ഇന്ന് നമ്മളെ സ്പെഷ്യല് മലബാർ കോഴിക്കോടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കോഴിക്കോടൻ ഇത് നമ്മുടെ സോളുകടിയാണ്, ബിജുവാണ്, ചാലക്കുടിക്കാരനാണ്, മണിയുടെ നാട്ടിലുള്ള ആളാണ്. ഞങ്ങള് പണ്ടത്തെ സുഹൃത്തുക്കളാണ്. പണ്ടത്തെ സുഹൃത്തുക്കൾ ബോംബെ ഗഡികളാണ്. ഒരു 97-98 കാലഘട്ടത്തില് ഞങ്ങള് ഒരു 1.5 വർഷം ബോംബെയില് അതെ മൃത. അപ്പൊ അതിന്റെ ഒക്കെ ഓർമ്മ പുതുക്കാൻ ഞങ്ങളൊരു പ്ലാൻ ചെയ്തതാണ് കോഴിക്കോടൻ ദം ബിരിയാണി. ഈ റമദാന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം, അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളത് കാണിക്കാനാണ്. അപ്പൊ ഞങ്ങളിത് അടുപ്പ് കൂട്ടി ഒരു പരീക്ഷണമാണ്. ഗൾഫിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സംഭവമാണ്. അപ്പൊ ഞങ്ങളിത് അടുപ്പ് കൂട്ടി കത്തിക്കാൻ പോവാണ്. നോക്കി നോക്കാൻ കത്തുവന്ന് ചോദിക്കണം. പന്ത്രണ്ട് അതെ, നമ്മൾ ആദ്യം ഇതിലേക്ക് ഡാൽഡ ഇട്ടിട്ട് ഒന്ന് നമ്മുടെ സവോള അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ അതിന് കുറച്ച് സവോള ഇട്ട് കൊടുക്കുക ഡാൽഡ. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ തിളച്ചിട്ടുണ്ട്, നെയ്യ് ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട, പിന്നെ നമ്മുടെ അങ്ങനത്തെ കുറച്ച് മസാലകൾ ഇതിലേക്കിടുക. അതായത് പെരിഞ്ജീരകം കുറച്ചിടുക, ഏലക്കായ, പെരിഞ്ജീരകം, നല്ല ജീരകം, ഏലക്കായ, പിന്നെ എന്താ പറയണ കറുവപ്പട്ട, ഇതൊക്കെ കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഇതാക്കുക. ഈ സവോള എടുത്തിട്ട് വരണട്ടോ. എന്നിട്ടോ ഒരു 5 ഏലക്കായ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, 1 കിലോന് 5 സവോള, 2 കിലോ അരിക്ക് 10 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിരിക്കുക പിടിക്കോ. എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത മിശ്രിതമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലവണ്ണം അരച്ചിട്ട്, അതായത് ഇഞ്ചി ഒരു 1.5 അല്ലി, 2 കിലോന് ഒരു 1.5 അല്ലി എന്ന് പറഞ്ഞാൽ ഒരു കൂടവും പിന്നെ അതിൻ്റെ പകുതി അതെടുത്തിട്ടും, പിന്നെ ഒരു ഇഞ്ചിയുടെ ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ട് ചതച്ച് അല്ലെങ്കിൽ മിക്സിയിൽ നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് ചേർക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞ് കിട്ടാറില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി വേഗം, അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് വന്നിട്ട് വേഗം. പെട്ടെന്ന് കുറച്ച് ഉപ്പിടണം, ഒരു പിടി ഉപ്പ്, നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. മതി. അത് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് അത് വഴണ്ടി വരും. ഇനി 1/2 കിലോ തക്കാളി, നുറുക്കി വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ഇതിലേക്ക് ഇടണം. അപ്പൊ അതൊരു മിക്സ് പരിവായി മാറും. ഓക്കെ, ഇത് 2 കിലോ ചിക്കനിലേക്കും 2 കിലോ അരിയിലേക്കും 1/2 കിലോന്റെ തക്കാളി നിർബന്ധമായിട്ട് വേണം. അത് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക്. ഭയങ്കര ത്രില്ലിലാണ്. കാരണം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇവയിലുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ പുറത്തൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഇതിൽ ഞാൻ പങ്കെടുക്കുന്നത് കേട്ടോ. അതും കോഴിക്കോട് ബിരിയാണി. പിന്നെ മഞ്ഞപ്പൊടിയോ? ഇത് മഞ്ഞപ്പൊടി. ഇതില് വേറെ പ്രത്യേകത വെച്ചാല് വേറെ മല്ലിയോ മുളകോ ബിരിയാണി മസാല വേറെ ഒന്നും ഇടില്ല. ഓൺലി മഞ്ഞപ്പൊടി മാത്രം. ഈ മഞ്ഞപ്പൊടി എന്തിനാണെന്ന് വെച്ചാൽ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് മാത്രം. ചിക്കന്റെ ഒരു സംഭവത്തിന് ഇല്ലില്ല. എരിവൊക്കെ ഈ സംഭവത്തിൽ ഒരു പച്ചമുളക്, ഒരു 5 പച്ചമുളക് ഇപ്പം നമ്മൾ കീറിയിടും. അത് മാത്രമാണ് നമ്മൾ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ നോർമൽ നമ്മുടെ ഗരം, ഇപ്പൊ പറഞ്ഞില്ല, കറുവപ്പട്ട, 5 ഏലക്കായ, മസാലക്കൂട്ട്. അപ്പത്തേക്ക് നമുക്ക് മഞ്ഞളിടാം. ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പൊ നിറം പറഞ്ഞില്ലേ, ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോയിട്ടായിരുന്നു. ജനീസ്
ഞങ്ങൾ ഇതുപോലെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു 10-20 വർഷങ്ങൾക്ക് മുന്നേ. ഞങ്ങളെല്ലാവരും ബോംബെയിലാണ്. ഞങ്ങളെല്ലാവരും ബോംബെയിലായിരുന്നു. കുറെ പേരുണ്ടായിരുന്നു, ഒരു 10-15 പേര്. അപ്പൊ ഞങ്ങളെല്ലാവരും ബോംബെയിൽ നിന്ന് ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് യൂണിഫോം ട്രൗസറും ഒരു പ്രത്യേകതരം ബനിയനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ജീപ്പില് അതിരപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. ജീപ്പില് ചിരട്ടയൊക്കെ ആയിട്ട് ആ ചിരട്ടയൊക്കെ ആയിട്ട് പോയിട്ട് ഒന്ന് പറഞ്ഞുകൊടുക്കണ ബാക്കിയുള്ളത് പോർക്ക് പിന്നെ ബീഫ് അടിപൊളി പരിപാടിയായിരുന്നു. ആതിരപ്പള്ളി കഴിഞ്ഞ വലക്കപ്പാറ ഗോൾപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ആതിരപ്പള്ളി അതെ ഒരു മിനിറ്റ് തന്നെ ആതിരപ്പള്ളി പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഒരു കെട്ട് മല്ലിയിലയും പുതിയനയിലയും പകുതി എടുക്കുക. പകുതി നമുക്ക് അരി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി വരും. ഇപ്പൊ 1 കിലോ ഒരു കെട്ട് നമ്മുടെ UAE മേടിക്കുന്ന ഒരു കെട്ടിന്റെ പകുതി പുതിയനയിലും മല്ലിച്ചപ്പും ഇത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് കണ്ട് ഇടുക. വേണം പോട്ടോ അത് കെട്ടിക്കുക. എന്നിട്ട് നന്നായിട്ട് വേണം പോലെ അപ്പൊ അതുകൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കുക. ഇനി അതിരപ്പള്ളിയുടെ കേസ് തുടങ്ങിയാൽ പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കൂട്ടുകാരൊക്കെ കാണുമായിരിക്കും, അപ്പൊ ഓർമ്മയായിരിക്കും ഒന്ന് വന്നോട്ടെ. ഞങ്ങള് ജീപ്പില് വാൽപ്പാറയ്ക്ക് പോയോണ്ടിരിക്കുമ്പോ ആന റോഡില് ക്രോസ് ചെയ്യാം. ആന റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ ജീപ്പ് ഉണ്ട്. അതുവരെ എല്ലാരും ഭയങ്കര ആനയുടെ കാണുമ്പോ പറ്റില്ലേ എന്നുള്ളൊരു സംശയത്തിലൊക്കെ പോയിട്ടിരിക്കുകയാണ്. ഒരു ആന വന്നെങ്കിപ്പോ എന്താ കുഴപ്പമില്ല. അപ്പൊ അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ ഓപ്പോസിറ്റ് ഒരു ബൈക്കാരൻ വന്നായിരുന്നു. ആന ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ചോട്ടാന്ന്. അത് കാറ്റോട് കൂടിയിട്ട് എല്ലാവരെയും കാറ്റ് മോളിക്ക് പോയി. പിന്നെ എല്ലാരും പേടിച്ചിരുണ്ട് ഇത് മെല്ലെ പോയി. അപ്പൊ ഒരു 4-5 അടിയിലും 2-3 മുകളിലും. അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കും നോണയായിരുന്നു. നോണയല്ല, സത്യമായിരുന്നു. രാത്രിയിലെ ഒരു 12 മണി നേരത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഒരു ചോലയുടെ അവിടെ നിർത്തി വണ്ടി. ഇതുപോലെ വലിയൊരു ഉരുളിയില് ചിക്കൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ബാച്ചിലർ ലൈഫ്. അപ്പൊ ആനയുടെ കാര്യം ആന ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പറയുന്നത് അതിനെന്താ കുഴപ്പമാണ്, അവിടെ അടുത്ത് വെട്ടുകത്തി പക്ഷെ ആനനെ കണ്ടു കഴിഞ്ഞപ്പോ ഈ ധൈര്യമൊക്കെ പോയി എല്ലാവരുടെയും. അപ്പൊ നമ്മുടെ 2 കിലോ ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ഇതിന്റെ കൂട്ടുകൾ ഒരുവിധം ക്ലിയർ ആയി. അപ്പൊ ഇതിലേക്ക് 2 കിലോ ചിക്കൻ. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അതിരപ്പള്ളിയിൽ നമ്മുടെ ചോലന്ന് വെള്ളം എടുത്തിട്ട് പൈപ്പെന്ന് വെള്ളം എടുത്തിട്ട്. അപ്പൊ നമ്മള് ചിക്കൻ ഇട്ടു ഇളക്കി കൊടുത്തു. നല്ല ആ മസാലയുടെ ആ ഇഞ്ചി അതൊക്കെ കണ്ട് ചെന്നപ്പോൾ നല്ല സ്മെല്ലാ വരുന്നത്. നമ്മൾ ഈ പറയണ പോലെ മറ്റേ മല്ലിയും മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലേ. ഇതാണ് കോഴിക്കോടൻ ദം ബിരിയാണി. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരാൾ പറഞ്ഞാലോചിണ്ട. ഓഫീസിലെ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. അരുൺ ചേട്ടന് പ്രത്യേകം നന്ദി. കഴിക്കാനായിട്ട് യോഗം ഞങ്ങൾക്കാണ്. അപ്പൊ ഇത് നമ്മുടെ ബോംബെ ടീമുകൾക്കും പറഞ്ഞു കൊടുക്കാം. നമ്മൾ അന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയത്, പക്ഷെ ഇത് ബിരിയാണിയായി മാറി. ഇത് ഇളക്കി ഒന്ന് വെച്ചിട്ടേ ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇതിനെ വേവിക്കണം. അടച്ചു വെച്ചിട്ട് അതൊരു അരമണിക്കൂർ ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പൊ ഇതിന്റെ എന്താ പറയാ തൈര് എടുക്കണം. തൈര് ഒഴിക്കണം. എനിക്ക് തൈര് എവിടെ ഉപ്പ് ഇട്ടാ മതി. അപ്പൊ നമ്മുടെ ഈ തൈര് കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ ഒരു കുഴകുഴ പോലെ. അപ്പൊ തൈര് ഇതെങ്ങനെ ഒഴിച്ചെടുക്കാം. ഒരു ബോളില് തൈര് ഉടച്ചു വെച്ചായിരുന്നു. നേരത്തെ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പൊ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെക്കാം. മസാലയിലേക്കുള്ള നോക്കിയിട്ടുണ്ടായുള്ളൂ. നമ്മുടെ വൈഫ് പോയാണ് പാവം ബിജുദാസ് അസിസ്റ്റന്റ്. അപ്പൊ പണി പഠിക്കാൻ പഠിച്ചോണ്ട് വല്ല പോണ കുഴപ്പമില്ല. ഒരു സന്തോഷം കേട്ടോ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇതുപോലെ പുറത്ത് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇവിടെ UAE കേട്ടോ. നാട്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി.
അപ്പൊ നമുക്ക് ഇനി തീ കുറച്ച് വെക്കണം. മസാല ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് തീ ചെറുതാക്കി വെച്ചിട്ട് നല്ല വേവാവണം. അപ്പൊ നല്ല ഇതിന്റെ ആ തൈരും തക്കാളിയും സവോളൊക്കെ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. അപ്പൊ ചെറിയൊരു മസാല പോലെ ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. ഇത് അടച്ചു വെക്കാം. അതിന് അടച്ചു വെക്കുമ്പോ നമുക്ക് വേറെ അടുപ്പുണ്ടെങ്കിൽ നമുക്ക് അരി വേവിച്ച് വെക്കാം. പക്ഷെ നമുക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് നമ്മളോട് വർത്താനം പറഞ്ഞ് പഴയ കഥകളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. എന്താ ശരി. അപ്പൊ നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡി ആയിട്ടുണ്ടാവും. നോക്കി നോക്കാം. അപ്പൊ കുറെ നേരം ഇരിക്കും. തീ ചെയ്ത് അവിടെ കുറച്ച് മസാലയുണ്ട്. കണ്ടോ? ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങാം. ഇത് അടച്ചു വെക്കാം. ഇനി നമ്മുടെ മറ്റേ വലിയ പരിമിതി മൂലം നമ്മള് ബാക്കിയുള്ള പരിപാടികള് അരി വേവിക്കുന്ന പരിപാടി ഉള്ളിലേക്ക് ആക്കി, നമ്മുടെ കിച്ചണിലേക്ക് ആക്കി. അപ്പൊ അതിലേക്ക് നമ്മൾ അരി വേവിക്കുമ്പോൾ നമ്മള് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമ്മള് അതിൽ വെള്ളം ഊറ്റി വെച്ചിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ 5 ഏലക്കായ കുറച്ചൊന്ന് ചതച്ചതാണെങ്കിൽ നല്ലത്, പിന്നെ 2-3 പട്ടയില, പിന്നെ കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു, പിന്നെ തമ്പോല എന്ന് പറഞ്ഞാൽ സ്റ്റാറിന്റെ നമ്മുടെ പൂവ്, പിന്നെ പെരിഞ്ജീരകം, നല്ല ജീരകം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ. അപ്പൊ നമുക്ക് അരി വെച്ച് ഇനിയിപ്പോ ആ അരിയിലേക്ക് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഇടാൻ പോവാണ്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു ഇതിന് വേണ്ടിയിട്ട് നെയ്യ് ഓക്കെ ബസ്. ഇനി ഇത് തിളച്ചു കഴിഞ്ഞാല് ഇതധികം വേവാവരുത്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് 2 കിലോ അരി. 2 കിലോ അരിയുടെ 2 കിലോ ചിക്കനാണ് നമ്മൾ. അപ്പൊ ഒരാൾക്ക് നമ്മൾ കണക്കൂട്ട് പ്രകാരം 200 ഗ്രാമാണ് ഒരാൾക്ക് നമ്മൾ കണക്കൂട്ടുന്നത്. നല്ലൊരാൾ കഴിക്കുന്നത് 200 ഗ്രാമാണ് ചിക്കൻ ഇത് ചോറ് കഴിക്കുക. ഒരു 200 ഗ്രാമിന്റെ അരിയാണ് ഒരാൾ കഴിക്കുക. അപ്പൊ നമ്മൾ 2 കിലോ, നമ്മൾ 8 പേരുണ്ടല്ലോ. അപ്പൊ നമുക്ക് 2 കിലോ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് തിളച്ചു കഴിഞ്ഞാല് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പിന്നെ ഒരു പുതിയ ടെക്നിക്കാണ്. അതായത് ഇത് ചോറ് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര നാരങ്ങ ഒന്ന് മുറിച്ചിട്ട് അതിന്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചോറ് കട്ട ഒത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് ഞാൻ പറഞ്ഞ ഐഡിയ അല്ല, അത് നമ്മുടെ പെണ്ണുമ്പള പറഞ്ഞ ഐഡിയ അല്ല, പുതിയതല്ല, അതാണ് പഴയ ഐഡിയ ഉണ്ടല്ലോ. 3/4 വേവ്. ഇനി നമുക്ക് ഇത് ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ദം അടിക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് ഡാൽഡ ഇട്ടിട്ട് ഒന്ന് ഇതാക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടിയാണ് ഡാൽഡ ഇട്ടിട്ട് നമ്മുടെ പാത്രത്തിലൊന്ന് ഇതാക്കുക. അപ്പോൾ ദമ്മടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. നെയ്യ് ഇതായതിനു ശേഷം ഇനി ചിക്കനിലേക്ക് മെല്ലിടും. ചോറെടുത്തോ. ചോറെടുത്തിട്ട് നമുക്ക് ഇനി ഇതിന്റെ മുകളിൽ ചോറിടാം. ആ മറ്റേ മല്ലിയിലയും മറ്റേതൊക്കെ എവിടെ വെച്ചിരിക്കുന്നത് ഫുള്ളുണ്ടാ പകുതി. ഇത് ഓക്കെ. ഇനി കുറച്ച് നെയ്യ് എടുക്കണം. കുറച്ച് നെയ്യ് അതിന്റെ മുകളിലിട്. ഇനി നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നത്. ചോറെടുക്കണം. ചോറ് തട്ടിക്കോ, തട്ടിക്കോ. ഫുള്ളിടാണോ? ഫുള്ള് ഫുള്ള് ഒന്ന് ഒതുക്കിക്കോ, ഭംഗിയാക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പായി. ചിലവർക്ക് വേണമെങ്കിൽ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞ കളറാവും. നമ്മൾ മഞ്ഞവെള്ളം ചേർക്കണില്ല, മഞ്ഞ കളർ നമുക്ക് ഇഷ്ടമല്ല. ഇനി ഇതിന്റെ മുകളിൽ അടപ്പാ
നെയ്യ് ഒഴിക്കുന്നത് തോറും മത്ത് കൂടും, ഇത്രമാത്രം ശ്രദ്ധിക്കുക. ടേസ്റ്റും കൂടും, ഉറക്കം കിട്ടും. മതി. അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ദമ്മടിക്കുകയാണ്. അടിയിലും മുകളിലും തീയിട്ടിട്ട് ചൂട് കുറച്ച് തീ കെടുത്താം നമുക്ക്. അപ്പൊ അടിയിൽ കനലുണ്ടാവും, ഇതിന്റെ മുകളിൽ കനലിടണം ഒട്ടിച്ചതിന് ശേഷം. അപ്പൊ നമ്മൾ ഇതിനെ ഒട്ടിക്കുന്ന വരെ മാസ്കിംഗ് ടേപ്പ് ഇല്ലേ, അതെടുത്തിട്ട് ഒട്ടിക്കാം. അപ്പൊ നമുക്കിത് ഒട്ടിക്കാം, അല്ല ഇത് വെക്കുകയാണ്. അപ്പൊ നമുക്ക് ദമ്മടിക്കാനുള്ള അവസാനത്തെ സ്റ്റെപ്പായ മൂടി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു മാസ്കിംഗ് ടേപ്പോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ സാധാരണ നാട്ടിലാണെങ്കിൽ മൈദ കലക്കിയിട്ട് പശ പോലെ ആക്കിയിട്ട് കവർ ചെയ്യും. അപ്പൊ നമുക്ക് തീ കെടുത്താം. ഓക്കെ, ഇനി ഇതിന്റെ മാസ്കിനെ എടുത്തിട്ട് തരുമോ? അസിസ്റ്റന്റ്, ഇപ്പൊ ഇത് ഗൾഫിലായി കാരണം മാസ്കിന്റെ ഇപ്പൊ മറ്റോർത്താണെങ്കിൽ അറിയാലോ. എന്താ പറഞ്ഞ മൈദ അതാണ്. ഇല്ലേ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ കനല് നന്നായിട്ട് ഇടാല മുകളിലേക്ക്. അതിനെന്താ ഈ കനല് മുകളിക്കുണ്ടെന്ന് വെച്ചാല് അടിയിന്നും മുകളിന്നും ഒരു പ്രഷർ കിട്ടും നമ്മുടെ ഈ ദമ്മാവാൻ വേണ്ടി. അപ്പൊ ശരിക്കുള്ള ദമ്മാവുമ്പോ ഇതുപോലെ അടിയിന്നും മുകളിൽ പ്രഷർ കിട്ടുമ്പോ സംഭവം ദമ്മാവും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാല് എന്റെ മോനെ കാണാൻ പറ്റൂല, കാണാൻ കാണില്ല. അപ്പൊ അരുണാണ് ഇതിന്റെ സ്പെഷ്യൽ ഇട്ടാ. അപ്പൊ ദമ്മ് ഇതിന്റെ ഉള്ളിൽ പരിപാടിയിലാണ്. അപ്പൊ ദമ്മ് ഒരുവിധം 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ദമ്മടിച്ചിട്ടുള്ള ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കിയോക്കാം. മണ്ണടിച്ചിട്ട് ഫുള്ള് ബിരിയാണി വെപ്പായിരിക്കും. ഫുള്ള് ബിരിയാണി വെക്കും. നാട്ടിൽ പോയാലും ഇനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി ഞങ്ങളോട് ഇത് കഴിക്കും. ഇതിന്റെ മാസ്കിംഗ് ടേപ്പ് ഊരുന്തോറും മണം കൂടി വരാണേ. നല്ല മല്ലിയിലയുടെയും 12 വായന വെള്ളം കൂടിയാണ്. അപ്പൊ നമ്മള് കോഴിക്കോടൻ ദം ബിരിയാണി, കോഴിക്കോട് ബിരിയാണി. അപ്പൊ ഓപ്പൺ ചെയ്യാണേ. ഒരു മിനിറ്റ്, എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. അങ്ങനെ നമ്മള് ബിരിയാണി റെഡിയായി. നമ്മളെ ഉള്ളിൽ പോയിട്ടുള്ള സെറ്റപ്പാ. അധികം മാറ്റാം. മണ്ണടിച്ച് എന്താ അയ്യോ അടിപൊളി ജോജോ, തകർത്തു. താങ്ക് യു. കോഴിക്കോടൻ ദം ബിരിയാണി അപ്പൊ എങ്ങനെയുണ്ട്? നമ്മുടെ ചേട്ടന്റെ അടുത്ത് വളരെ സന്തോഷമായിട്ട് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ സംഭവം സൂപ്പറായില്ല? സൂപ്പറായി. ഓക്കെ, താങ്ക് യു. സൂപ്പറാ.